സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേശ്വരം കോൺഗ്രസ് ഓഫീസ് പ്രവർത്തകർ പൂട്ടി. ഫർണിച്ചറും മറ്റും എടുത്തുമാറ്റിയാണ് താഴിട്ട് പൂട്ടിയത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 3 സീറ്റും ലീഗിന് നൽകിയതിലാണ് പ്രതിഷേധം. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം മഞ്ചേശ്വരത്ത് നിന്ന് ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, സീറ്റെല്ലാം ലീഗിന് കൊടുത്താൽ പിന്നെ ഈ ഓഫീസ് എന്തിന് എന്ന ചോദ്യമാണോ ഈ ബോർഡൊക്കെ എടുത്തു മാറ്റിയതിലൂടെ പ്രവർത്തകർ ഉന്നയിക്കുന്നത്? സുജയ, ഞാനിപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ പൂട്ടിയ ഓഫീസിനകത്താണുള്ളത്. അല്പസമയം മുമ്പാണ് ഇത് താഴിട്ട് പൂട്ടിയത്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഈ കസേരകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. അതുകൂടി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഓഫീസ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മറ്റു ഫർണിച്ചറുകൾ, മറ്റു ഉപകരണങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണം എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മഞ്ചേശ്വരം പഞ്ചായത്തിൽ 3 ഡിവിഷനാണുള്ളത്. ആ 3 ഡിവിഷനിൽ മുമ്പൊക്കെ ലീഗിന് 2ഉം അതോടൊപ്പം കോൺഗ്രസിന് 1 സീറ്റ് എന്ന നിലയിലാണ് സീറ്റ് വിഭജനം നടത്താറുള്ളത്. എന്നാൽ ഈ തവണ അത് 3 സീറ്റുകളും മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഇവിടെ ഈ മഞ്ചേശ്വരത്തുള്ള ഈ കോൺഗ്രസിന്റെ ഓഫീസ് ഒരു വിഭാഗം പ്രവർത്തകർ പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുൻകാല നേതാക്കളുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു ഈ ഓഫീസിൽ ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ 3 സീറ്റുകളും മുസ്ലിം ലീഗിന് നൽകിയ ഈ സ്ഥലത്ത് എന്തിനാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു ഓഫീസ് എന്നതാണ് അവർ ഇത്തരം പ്രതിഷേധവുമായി രംഗത്തെത്തിയ പ്രവർത്തകർ പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഫർണിച്ചറുകൾ, മറ്റു ഉപകരണങ്ങളെല്ലാം ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഓഫീസ് ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല. ഒരു സ്വാധീനവും കോൺഗ്രസിന് ഈ മഞ്ചേശ്വരത്ത് ചെലുത്താൻ സാധിക്കുന്നില്ല. മുഴുവൻ സീറ്റും ലീഗിന് നൽകുന്നു. കോൺഗ്രസിന് ഇവിടെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും മുസ്ലിം ലീഗിന് മുന്നിൽ ഇത് അടിയറ വെക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അസാധാരണമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഈ മഞ്ചേശ്വരത്തെ പ്രവർത്തകർ കടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഓഫീസ് ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. ഇനി ഈ ഓഫീസ് പ്രവർത്തിക്കേണ്ടതില്ല എന്നതാണ് ഈ പ്രവർത്തകർ പറയുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ അപമാനമാണ് ഈ സീറ്റ് വിഭജന ചർച്ചകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. 1 സീറ്റ് പോലും ഈ മഞ്ചേശ്വരം പഞ്ചായത്തിലെ ഡിവിഷനുകളിൽ 1 ഡിവിഷൻ പോലും മത്സരിക്കാൻ നൽകിയില്ല എന്നതിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. അവർ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ സംസാരിക്കാൻ പ്രതികരണത്തിൽ നമ്മൾ തേടിയിരുന്നു, പക്ഷെ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഓഫീസ് പൂർണ്ണമായും അവർ പൂട്ടിയിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ ഓഫീസ് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നതാണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അസാധാരണമായ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് പ്രവർത്തകർ പറയുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് മഞ്ചേശ്വരത്ത് കോൺഗ്രസ് ഓഫീസിലെത്തി എന്താണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത് വ്യക്തമാക്കിയത്. പടങ്ങളെല്ലാം എടുത്ത് മാറ്റുകയാണ്. മൊത്തത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പ്രവർത്തകർ പോകുന്നു എന്ന് വേണം കരുതാൻ. ആ രീതിയിലാണ് ഇപ്പോൾ അവർ അത്രയും അമർഷത്തിലാണ് കോൺഗ്രസ് ഓഫീസ് പൂട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇടവേള.